സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ്. മലപ്പുറം ചങ്ങരംകുളം DRS നോളജ് സിറ്റി. കണ്ടല്ലോ കഴിഞ്ഞ എപ്പിസോഡ്. കുട്ടികളെല്ലാം റെഡിയായിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് കാണാം. കമാൺ. കല്യാണരാമൻ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു മൂവിയാണ്. ആ മൂവിയിൽ ഈ ദിലീപും നവ്യ നായരും തമ്മിലുള്ളൊരു സീക്വൻസ് ഉണ്ട്. ദിലീപ് പറയുന്നുണ്ട്, അതായത് കുഞ്ഞിൻ്റെ ജനനം, ബർത്ത്ഡേ, ഇനി വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയാൽ അതിൻ്റെ പാർട്ടി, ശ്രാദ്ധം, ഇങ്ങനെ തുടങ്ങി എല്ലാ പണികളും ഇവരെ ഏറ്റെടുക്കും, എല്ലാ കൊട്ടേഷനും ഏറ്റെടുക്കും. അങ്ങനത്തെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റാണ് ഞങ്ങൾ. അപ്പം ചോദിക്കും, ഈ പെണ്ണിൻ്റെ അച്ഛൻ എന്ത് ചോദിക്കും, അതിനെ കുടിപ്പിച്ച് വരെ അങ്ങ് കിടത്തും. അപ്പോൾ ഇങ്ങനെ രസകരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരത് എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. അതാണ്ട് സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് വേണം അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് വരാം. എന്താണ് പേര്? ഹാഷിദ. ഹാഷിദ. എവിടെയാണ് ഹാഷിദ നാട്? മാങ്ങാട്ടൂർ. ഓക്കെ. ഇവിടെ ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ഞാൻ ഡയൽസ് ടെക്നോളജി. തുടങ്ങാം. പാട്ട് പാടുമോ? തമ്പിസാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ ഞാൻ പായസം വിളമ്പില്ലെന്ന് പറഞ്ഞതുകൊണ്ട് കഴിച്ചതാ. പാവം തമ്പിസാറ്. അത് ശരി. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനെ ഇങ്ങനെ കുടിപ്പിച്ച് കിടത്തലാണ് നിങ്ങളുടെ ജോലി? പെണ്ണിന്റെ അച്ഛൻ മണവാള ചെക്കനെ വരെ ഞാൻ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അല്ല പെണ്ണിന്റെ അച്ഛൻ. എന്നിട്ട് ഒരു കുഞ്ഞിന്റെ ജനനം, 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹം നിശ്ചയം, വിവാഹ മോചനം പറയല്ലേ. അടുത്ത പറ. വിവാഹ നിശ്ചയം, വിവാഹത്തിൽ തന്നെ നിൽക്കുക എപ്പോഴും. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണു പോയതിന്റെ പാർട്ടി, മറ്റേ സംഭവം അതാണ് നമുക്ക് മെയിൻ. ആരും പറഞ്ഞു കൊടുക്കണ്ട. 18 അയ്യോ, അതിപ്പോ പുതു കേട്ടിയ ഒരു വിചിത്രമായ വേർഡാണ്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് നല്ല ജനറൽ സയൻസാ. 16 അയ്യോ, ഒരു മനുഷ്യനൊക്കെ അത്ര ജീവിച്ചിരിക്കാന്നുള്ള ചെറിയ കാര്യമല്ല കേട്ടോ. 16 അടിയന്തരം. പറ. പിന്നെയാണ് യഥാർത്ഥ മറ്റു സംഭവം വരുന്നത്. ശ്രാദ്ധം. എന്റെ കർത്താവേ, എന്തൊരു പുതുമയുള്ള പേര്. ശ്രാദ്ധം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യം, ആ പെണ്ണിന്റെ ചെക്കൻ്റെ അവരുടെ അങ്ങോട്ട് നോക്കണ്ട, ആ പെണ്ണിന്റെ ചെക്കൻ്റെ കല്യാണം കൂടി നടത്തി കൊടുക്കാലോ. തനിക്ക് വേണോ? ഞാൻ റെഡി. ആണോ? കൊള്ളാം, നന്നായിരിക്കുന്നേ. ചെല്ലി. എന്താണ് പേര്? റിസ്വാന. എവിടെയാണ് നാട്? അക്കിക്കാവ്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഡയാലിസിസ്. റിസ്വാന പാട്ട് പാടുമോ? ഇല്ല. ആക്ടിങ് മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്യല്ലേ. റെഡി, ആക്ഷൻ. അയ്യോ, ഫസ്റ്റ് പോലെ മറന്നോ? ഇനി അങ്ങോട്ടുള്ള സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിന്റെ ചോദനകളെ ഉദ്ദീപിപ്പിക്കുന്ന പ്രചോദനമാണവൾ. തമ്പിസാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ലാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പാവം അദ്ദേഹം കഴിച്ചത്. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ പെണ്ണിന്റെ അച്ഛനെയൊക്കെ കുളിപ്പിച്ച് കിടത്തും അല്ലേ? പെണ്ണിന്റെ അച്ഛനെ, മണവാളൻ ചെക്കനെ വരെ ഞങ്ങൾ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഒരു കുട്ടിയുടെ ജനനം, 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണു പോയതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. ഇവരോടെ നിന്ന് എനിക്ക് എല്ലാം തെറ്റുമെന്ന് തോന്നുന്നു. ശ്രാദ്ധം. അപ്പൊ അത് ശരി. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം. ഇതെല്ലാം നിങ്ങൾ നടത്തുന്ന ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ ചെക്കനെ കൂടെ റെഡിയാക്കി കൊടുക്കും. ഏർപ്പാടാക്കി തരാലോ. തനിക്ക് വേണോ ചെക്കനെ? ഞാൻ റെഡി. ആണോ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ. എന്താണ് പേര്? മുനീസ. എവിടെ മുനീസയുടെ നാട്? പൊന്നാനിയിലാണ്. ഓക്കെ. ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നത്? ബിവോക്ക് MLT. ആക്ഷൻ. തമ്പിസാറ് പലവട്ടം പറഞ്ഞതാ. എന്ത് പറഞ്ഞു? വെറുതെ ചോദിച്ചതാ, പറയണ്ട. തമ്പിസാറ് പലവട്ടം വേണ്ടെന്ന് പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാവം കഴിച്ചു. പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്തലാണ് ജോലി ഇല്ലേ മുനീസ? പെണ്ണിന്റെ അച്ഛനോ? മണവാള ചെക്കനെ ആരെ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് കുട്ടിയുടെ ജനനം, 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, കുഴപ്പമില്ല, പോട്ട്. 16 അടിയന്തരം. അയ്യോ, അങ്ങനെ വാശി പിടിക്കരുത്. ഇനി ഒരുപാട് ദിവസം കഴിയേണ്ടതല്ലേ. 16 അടിയന്തരം. പിന്നെ
വെള്ളമടി വെള്ളമടി പാർട്ടി. ആ വെള്ളമടി പാർട്ടി. ആ വെള്ളമടിച്ച് കണ്ണ് പോയ പാർട്ടി. ആ പിന്നെ ഒരു മെയിൻ സാധനം ഉണ്ടല്ലോ നമ്മുടെ. ആ ശ്രാന്തം. അയ്യോ ശ്രാദ്ധം. ശ്രാദ്ധം ശ്രാദ്ധം. ക്രാക്ര. അപ്പൊ ഇങ്ങനൊക്കെ ഇത്രയൊക്കെ നടത്തുന്ന ആളൊരു കാര്യം ചെയ്യാം, പെണ്ണിനെയും ചെക്കനെ കൂടെ സെറ്റാക്കി കൊടുക്കും. സെറ്റാക്കി കൊടുക്കണോ? റെഡി. റെഡിയാണോ? ആ സത്യം പരമാത്രം. അതെ. എന്താ പേര്? ഹനീന. 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 ഹനീന എവിടെ നാട്? ചാലശ്ശേരി. ഹനീന ഇവിടെ ഏതിനാ പഠിക്കുന്ന? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പാട്ട് പാടുമോ ഹനീന? ഇല്ല. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകല്ലേ. ഹനീന ഇതെല്ലാം നോക്കി നിന്ന് ഇവിടെ പഠിച്ച് സ്ക്രിപ്റ്റ് എല്ലാം ബൈഹാർട്ടാക്കി ഒരു അഭിനയത്തിൻ്റെ പുതിയ സാധനം നമുക്ക് തരാൻ പോവുകയാണ്. റെഡി, ആക്ഷൻ. മറന്നുപോയി. അയ്യേ, ഇത്രയും ബിൽഡപ്പ് ഇട്ടതാണ് ഞാൻ. ഇവൻ വല്ല കളക്ടറും ആണ്ടതാ. ടീച്ചർ ഇവനെ ഇവിടെ പിടിച്ചു നിർത്തി ഇവന്റെ ഭാവി നശിപ്പിക്കരുത്. തമ്പി സാർ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കുടിച്ചില്ലെങ്കിൽ കുടിച്ചില്ലെങ്കിലോ? ഫസ്റ്റ് തന്നെ അങ്ങ് കുടിപ്പിക്കുകയാണ് അവര്. കുടിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞപ്പോഴാ പാവ അദ്ദേഹം കഴിച്ചത്. ഈ പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്തലാണോ നിങ്ങളുടെ ജോലി? പെണ്ണിന്റെ അച്ഛനെ മണവാളിനെ വരെ കുടിപ്പിച്ച് കിടത്തണം. അയ്യോ, ചരിത്രമുണ്ടോ? എന്റെ പൊന്ന്, വല്ലാത്ത ഒരു ലെഗസി ഉള്ള ആളാണല്ലേ. കുട്ടി മാസാണല്ലോ വായിച്ചേട്ടാ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന് 28, വിവാഹം, കുഞ്ഞിന്റെ വിവാഹം, ബർത്ത്ഡേ പാർട്ടി, വിവാഹം നിശ്ചയം, വിവാഹ വാർഷികം, വെള്ളടി പാർട്ടി, വെള്ളടിച്ച് കണ്ണുപോയ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം, ക്രാക്കറ. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ കല്യാണം കൊടുന്ന ചെക്കൻ്റെ പെണ്ണിൻ്റെ അത് കൂടെ റെഡിയാക്കി കൊടുത്തൂടെ? അതിനെന്താ, ഏർപ്പാടാക്കാലോ. ഞാൻ റെഡിയാണ്. എന്നാ ഓക്കെ, ബൈ. എന്റെ കണ്ണു മുമ്പിൽ കണ്ടുപോരുത്. എന്താണ് പേര്? ഷംന ഷെറിൻ. ഷംന ഷെറിൻ. എവിടെയാണ് നാട്? വെളിയങ്കോട്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. പോവാ. റെഡി, 1 2 3 ഗോ. ആക്ഷൻ. ആക്ഷൻ പറഞ്ഞ അവിടെ പലർക്കും വറക്കുകയാണല്ലേ. ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാ പുതിയ ഒരെണ്ണം. തമ്പി സാർ വേണ്ടാന്ന് പലവട്ടം പറഞ്ഞതാ. പിന്നെ സദ്യക്ക് പായസം വിളമ്പില്ല പറഞ്ഞപ്പോഴാണ് കറക്റ്റ് തന്നെ പറഞ്ഞു തന്നെ. വിളമ്പില്ല പറഞ്ഞപ്പോഴാണ് പാവ കഴിച്ചത്. ഒരു വീട്ടിൽ വന്നിട്ട് പെണ്ണിന്റെ അച്ഛനെ അങ്ങ് കുടിപ്പിച്ച് കിടത്തല ജോലി അല്ലേ? പെണ്ണിന്റെ അച്ഛനാ ചെക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തു. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിലൊന്നും കാച്ചതല്ലെന്ന്. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം പാർട്ടി, 16 അടിയന്തരം, പിന്നെ ശ്രാദ്ധം. ശ്രാദ്ധത്തിനൊക്കെ മുമ്പ് വേറെ ഉണ്ട്. വെള്ളമടി പാർട്ടി, വെള്ളടിച്ച് കണ്ണുപോയ അതിന്റെ പാർട്ടി, പിന്നെ ശ്രാദ്ധം, പിന്നെ ക്രാക്ര. അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ ആ പെണ്ണിനെ ചെക്കൻ്റെ ഇത് കൂടെ റെഡിയാക്കി കൊടുക്കുക. എങ്കിൽ പിന്നെ ഈ അപൂർവ വസ്തുവിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഞാനും തീരുമാനിച്ചു. എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? ആ ഭാഗ്യവതിയുടെ പേരെന്താണ്? അൽഗ പ്യാരി. എവിടെയാണ് നാട്? കോഴിക്കോട്. തുടങ്ങാം നമുക്ക്. ആക്ഷൻ. തമ്പി സാറ് പലവട്ടം പറഞ്ഞതാ വേണ്ടാന്ന്. സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞപ്പോഴാണ് തമ്പി സാറ് കഴിച്ചത്. അത് ശരി. അപ്പൊ ഇതാണ് പരിപാടി. ഇവിടെ വന്നിട്ട് പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്തിയില്ലേ? പെണ്ണിന്റെ അച്ഛനോ? ഞങ്ങൾ കല്യാണ ചെക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നെ ജനനം ആരുടെ? കൊച്ചിന്റെ ജനനം, 28, പിന്നെ ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, പിന്നെ വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയതിന്റെ പാർട്ടി, 16 അടിയന്തരം. ഡാൻസ് രീതിയല്ല പറഞ്ഞത് സുരേഷ്. 16 അടിയന്തരം. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പുപോലെ അണിയാരത്തമ്പിളിപ്പന്തൽ 16 അടിയന്തരം. ശ്രാദ്ധം. എന്ത് ശ്രാദ്ധം? ഓക്കെ. അയ്യോ, കാക്കയ്ക്ക് വളരെ നാണം പോലെ. അപ്പൊ ഒരു കാര്യം ഇത്രയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇത് അവിടെ നിൽക്കുന്ന ചെക്കനും പെണ്ണിനെയും കണ്ട അവർക്കൂടെ സെറ്റാക്കി കൊടുക്കും. സെറ്റാക്കണോ? തനിക്ക് വേണോ? ഞാൻ റെഡി ആണോ? ഓക്കെ. കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. എന്താ പേര്? ഷഫാന. ഷഫാന എവിടെ നാട്? തിരൂർ. ഇവിടെ ഏതിന് പഠിക്കുന്നു? DH. അപ്പൊ ശരി, ഒരു പാട്ട് പാടാം അല്ലേ? മുൻപേ വാ നൻപേ വാ ഊണേ വാ ഉയിരേ വാ മുൻപേ വാ അൻപേ വാ പൂപ്പൂവായ് പൂപ്പൂവാ നാനാം கேட்டேன் என்னை நானே நான் நீயா நெஞ்ச
நெஞ்சம் சொன்னதே முன்பே வா என் அன்பே வா பூ பூவாய் பூ പൂവാ. അടിപൊളി സൂപ്പർ. എല്ലാവരും സിംഗേഴ്സാണ് കേട്ടോ ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് കൊള്ളാം. പിന്നെ നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം അല്ലേ? തമ്പി സാർ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. അപ്പോൾ അത് ശരി. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനെ കുടിപ്പിച്ച് കിടക്കലാണ് നിങ്ങളുടെ പരിപാടി അല്ലേ? പെണ്ണിന്റെ അച്ഛനോ? കല്യാണ ചെക്കനെ വരെ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. എന്നിട്ടാണോ പെണ്ണിന്റെ അച്ഛൻ? സമ്മതമാണ്. കാശ് തന്നാൽ കാലനവരെ കൊല്ലാൻ തയ്യാറാണ്. ഒരു കുട്ടിയുടെ ജനനം, അതിന്റെ 28, അതിന്റെ ബർത്ത്ഡേ പാർട്ടി, വെള്ളമടി പാർട്ടി, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടിച്ച് കണ്ണുപോയതിന്റെ പാർട്ടി എല്ലാം നടത്തിയിട്ടുണ്ട്. അല്ല, ഇനി പറഞ്ഞ മെയിൻ ആയിട്ടൊരു സാധനം ഉണ്ടല്ലോ, ശ്രാദ്ധം. എന്തേ പട്ടി ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ? ശ്രാദ്ധം. ആ ഓക്കെ. എന്തൊരു ബലം പിടിക്കുന്നത്. ഓക്കെ. പിന്നെ ഏതായിട്ട് സൗണ്ട് ഉണ്ടല്ലോ. ആ അത് ശരി. അപ്പൊ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, പെണ്ണിനെ ചെക്കനെ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനെന്താ, ഞാൻ റെഡിയാ. എന്നിട്ട് ഇനി ഉണ്ടല്ലോ ബാക്കി. ആ ഒരു മെയിൻ ഡയലോഗ് അതിനകത്ത് ഇനി ഉണ്ട് ബാക്കി. എന്തൊക്കെ കോൺട്രാക്ട് ഏറ്റെടുക്കും? 16 അടിയന്തരം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ പാർട്ടി കോൺട്രാക്ട്, മുഴുവൻ കോൺട്രാക്റ്റും ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. ആണോ കല്യാണരാമ? എന്നാ വിട്ടോ. ഓക്കെ. ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? ഹലോ, എവിടെയാണ് നാട്? പൊന്നാനിയിൽ. ഓക്കെ. പേരെന്താണ്? റിഫാന. റിഫാന. ഇവിടെ ഏതിനാ റിഫാന പഠിക്കുന്ന? റേഡിയോളജി. പാട്ട് കൊടുക്കും റിഫാന. തുടങ്ങാം. റെഡി ആക്ഷൻ. തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. പക്ഷെ ഭയങ്കര പിന്നെ മോഡുലേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ദൈവീക അനുഭൂതി. ഫ്യൂച്ചർ. തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞത്. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ലാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിച്ചത്. എന്താണ് റിഫാന ഇവിടെ ഈ ഇവരെ പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്താനാണോ വന്നത്? പെണ്ണിന്റെ അച്ഛനോ? കല്യാണ ചെക്കനെ വരെ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. എന്നിട്ടാ പിന്നെ പെണ്ണിന്റെ അച്ഛൻ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹ മോചനം. തന്റെ ബോധമണ്ഡലം ജീർണിച്ചു തുടങ്ങിയല്ല. മോചനം വരെ എക്സ്ട്രാ കയ്യിലിട്ടതാണ്. ശരി, എന്നിട്ട് വിവാഹ വാർഷികം, 16 അടിയന്തരം, ശ്രോതം. ശ്രോതമല്ല, അതിന് മുമ്പേ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. 16 വെള്ളമടിയൊന്നും ഇല്ലേ? വെള്ളമടിച്ച് കണ്ണുപോയതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രോദ്രം. ഈ വാക്കിന് ഇങ്ങനെ ഒരു സാധനം ശരിയാവില്ലല്ലേ? എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോയി പറയാം. വാ വാ. ശ്രാദ്ധം. അപ്പം അങ്ങനെ ഒരു മനുഷ്യന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കി കല്യാണരാമൻ. ആണോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യം. ആ പെണ്ണും ചെക്കനും ഇല്ല, അവരെ കൂടെ ഒന്ന് റെഡിയായി കൊടുക്കും. ചെക്കന് കൊടുക്കണോ? ഞാൻ റെഡി. ആണോ? പിന്നെ വേറെ ഒന്നുമില്ല, എത്രയല്ലേ ഉള്ളു? എന്നാ ശരി, ഓക്കെ. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്. അപ്പോൾ എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. പല നല്ല നല്ല രസങ്ങൾ, നമുക്ക് വേണ്ട എല്ലാ കോണ്ടൻറ്റും അവർ മനോഹരമായി തന്നെ തന്നു. അവരുടേതായ രീതിയിലുള്ള വളരെ രസകരമായി ഞങ്ങൾക്ക് ആ കോണ്ടൻറ്റ് കിട്ടി. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ ഞാൻ വിളിക്കാൻ പോകുന്ന കുറച്ച് പേരെ വിളിക്കും. അത് ബാക്കിയുള്ളവർ ചെറുതായിട്ടല്ല, നമുക്ക് കുറച്ച് പേർക്കല്ലേ എപ്പോഴും പ്രൈസ് കൊടുക്കാൻ പറ്റും. ഒന്നും പോയിന്റുകളുടെ വ്യത്യാസത്തിലൊന്നും അല്ല, എങ്കിലും എവിടെയോ ചെറുതായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരത് ക്ലിയർ ചെയ്തത്. ഞാൻ ആദ്യമായി ഒരു കുട്ടിയെ വിളിക്കുകയാണ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷിഫാന. അപ്പോൾ ഷിഫാനയ്ക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ചെറിയ ഉപഹാരം. പിന്നീട് ഇതൊരു ബാത്റൂം ഫിറ്റിംഗ് ആണ്. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന LGO കമ്പനിയുടെ വക ഒരു ഉപഹാരം. യെസ്. അടുത്ത പേര് തന്നെ നമ്മളൊക്കെയും ചിലരൊക്കെ വായിച്ചിട്ടുള്ള ഒരു പേരാണ്. ഒരു വളരെ റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള ഒരാളുടെ പേരാണ് അത്. ഷാറൂഖ് ഖാൻ പിന്നീട് ആ കഥാപാത്രത്തെ ചെയ്തു. വളരെ മനോഹരമായ ഒരു ഹിന്ദി ചിത്രമായിരുന്നു അത്. ആ വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. മിസ്റ്റർ ദേവദാസ്. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് റൊമാൻറ്റിക് ഹീറോ പോലെ സ്ലോ മോഷനിലൊക്കെ വരും. നമ്മൾ ആ മ്യൂസിക് ഇട്ട് കൊടുക്കുക കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഉപഹാരം. കേരളാസ് നേച്ചർ പ്രീമിയം ബനാന നൽകുന്ന ബി നാനയുടെ ഒരു ഗിഫ്റ്റ്. ഓക്കെ. ഇനി അതേ സ്ലോ മോഷൻ ഒന്ന് പോയേ.
ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ ഇവിടെ ചിരിപ്പിച്ച ഒരു വ്യക്തിക്കാണ് അഫീഫ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഉപഹാരം. പിന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന LG യുടെ ഒരു ബാത്റൂം ഫിറ്റിംഗ് കമ്പനിയാണ്. വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റ്. ഓക്കെ. നമ്മുടെ വേദിയിലേക്ക് ആദ്യം ഗട്ട്സോടെ കടന്നു വന്ന് വളരെ മനോഹരമായ പാട്ടൊക്കെ പാടിയ അദ്ദേഹം പെട്ടെന്നാണ് ഞാൻ ചോദിച്ചത് പാട്ട് പാടുമെന്ന്. അപ്പോൾ പോലും സമ്മതിക്കുകയും ചെയ്ത് അത്രയും ഗട്ട്സുള്ള ആ കുട്ടിയാണ് ഞാൻ വിളിക്കുന്നത്. നിത. നിത ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്, സൂര്യ കോമഡിയുടെ ഒരു ഉപഹാരം. DRS നോളജ് സിറ്റി. ഇവരുടെ നോളജ് എല്ലാ കാര്യത്തിലുമുണ്ട്. പഠിത്തത്തിൽ മാത്രമല്ല, ഇവർ കലയിലും അവരുടെ ചുണയിലുമൊക്കെ ഒന്നാം തരം നിൽക്കുന്ന ആൾക്കാരാണ്. വളരെ നോളജുള്ളതാണ്. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് വിളിച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. അവർ നേരത്തെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആരുടെ അടുത്തൊക്കെ പറഞ്ഞ് അവരൊക്കെയും പാട്ട് പാടുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാൻ ഞാൻ പറയാത്തതുകൊണ്ടാണ് ഡാൻസ് ചെയ്യാത്തത്. ഇനി ഒരുപാട് കഴിവുണ്ട്. അപ്പോൾ ഈ കോളേജിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സ് തോന്നുന്നില്ല. കാരണം ഇനിയും ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ടൈമായിരിക്കുകയാണ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ. അടുത്ത ബാച്ചും റെഡിയാണ്. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും ഗുഡ് ബൈ.